ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചീരത്തോരൻ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചീര എടുത്തിട്ടുണ്ട്. ഇത് 2 കളറിലുള്ള ചീരയാണ്. ചുവന്ന ചീരയും പച്ചച്ചീരയും രണ്ടും കുറച്ചേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചെടുത്തത്. തേങ്ങ ചിരകിയത് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ, കാരണം ചീര കുറവായതുകൊണ്ട്. ഇനി ഈ തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാമേ. ഈ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ്. അതിനുവേണ്ടി ഞാൻ 3 അല്ലി വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുവാണ്. 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാവേ. നല്ല ഫൈനായിട്ടൊന്നും അരയണ്ട, ജസ്റ്റ് ഒന്ന് കറക്കി ഇട്ടാൽ മതിയേ. അത് ഞാൻ ചെറിയ രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനാവശ്യത്തിലുള്ള കടുക് പൊട്ടിച്ചെടുക്കാം. വീട്ടിലുണ്ടായ ചീരയാണ്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. കടുക് ഇട്ട് കൊടുക്കാമേ. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഈ ചെറിയുള്ളി അരിഞ്ഞത് ഇതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങ കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇത് അടച്ചു വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാമേ. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ലോയിലാണ് ഇട്ടിരിക്കുന്നത്, കാരണം കൂടുതൽ കൂട്ടിയിട്ടാൽ കാരണം ചീര അടിക്ക് പിടിക്കാനിടയുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ. ചീരത്തോരനെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാമേ. ചീരത്തോരൻ ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ്. ടേസ്റ്റിലുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.